എടാ ഇന്ന് എനിക്ക് 30 വയസ്സ് തികയാണ്. ഓ ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. ഞാൻ നിന്റെ ആശംസ കിട്ടാൻ പറഞ്ഞതല്ല. പിന്നെന്താ വേണ്ടത്? കേക്കല്ലേ, ഒരു 1000 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി, കേക്കിനെ വീട്ടിലെത്തിക്കാം. ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കേക്കുണ്ടല്ലോ, നീ ഇനി തിന്നണ്ട. അന്ന് അങ്ങനത്തെ ഒരു വർത്താനോ? എനിക്കിനി പണിക്ക് പോവാൻ വയ്യ. അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഞാൻ ചേട്ടനെ പണിക്ക് വിടില്ല. ബർത്ത്ഡേക്കല്ല, ഇനി മേലിൽ ഞാൻ പണിക്ക് പോവില്ല. ഏട്ടൻ എന്താ ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത വർത്താനം പറയണേ? ഏട്ടൻ പണിക്കില്ലേ, നമ്മള് കുടുംബമായിരുന്നു നോക്കൂ. ഇനി നീ നോക്കും ചേട്ടാ. എടാ 25 വയസ്സായില്ലടാ, ഇനിയെങ്കിലും വല്ല പണിക്ക് പോയിക്കൂടെ? ചേട്ടാ പണിന്ന് കേൾക്കുമ്പോ തന്നെ എനിക്ക് വേർക്കും. എനിക്ക് വേർപ്പിന്റെ അസുഖമുള്ള ചേട്ടൻ അറിയണല്ലേ. ഏത് സമയത്താണ് ഈ അച്ഛനും ടൈം എനിക്കറിയില്ല. അത് വീട്. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, കുറെ കാലമായിട്ടുള്ള കാര്യമാണ്. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിജി പോയോണ്ടല്ലേ ഉപ്പ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ സാമ്പാർ പൊടി, പഞ്ചസാര, ചായപ്പൊടി ഇതിനൊക്കെ ആരാ പോയത്? അപ്പൊ ഒരുപാട് ആൾക്കാർ വേണ്ടേ? എടാ അതിന് ശേഷം കിറ്റ് ഇന്ത്യ സമരം നടന്നിട്ടുണ്ടല്ലോ. ആ കിറ്റിൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. സാമ്പാറും എല്ലാ ആട്ടപ്പൊടിയോ മൈദപ്പൊടിയോ എല്ലാം ഉണ്ടായിരുന്നു. ബിരിയാണിൻ്റെ അരി, നെയ്ച്ചോറിൻ്റെ അരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വായിച്ചില്ലേ, ബുക്കിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണ്ടായിരുന്നു. എടാ ഉളുപ്പുണ്ടാ, വല്ല പണിക്ക് പോയിക്കൂടെ? മണ്ടത്ര തോന്നുന്നു.